രാഹുൽ ഗാന്ധിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിക്കുന്നില്ല. അതങ്ങനെ തുടരുകയാണ്. ബി.ജെ.പി. രാഹുലിന്റെ പിറകെയാണ് എപ്പോഴും. ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ കാത്തിരിക്കുകയാണവർ. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും ചില ലോക്സഭാ എംപിമാർക്കും പാകിസ്ഥാൻ എംബസി മാമ്പഴം അയച്ചുവെന്ന വാർത്തകളെ ആയുധമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. റായ്ബറേലിയിൽ നിന്നുള്ള കോൺഗ്രസ് എംപിക്ക് പാകിസ്ഥാനുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആരോപിച്ചിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള മാമ്പഴം തനിക്ക് ഇഷ്ടമല്ലെന്ന് രാഹുൽ ഗാന്ധി കുറച്ചു കാലം മുൻപ് പറഞ്ഞിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ എംബസി രാഹുലിന് മാമ്പഴം അയച്ചു. അദ്ദേഹം ഇഷ്ടപ്പെടുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം. അനുരാഗ് ഠാക്കൂറിനെ പോലുള്ള മറ്റു ബി.ജെ.പി. നേതാക്കളും ഇത് ഏറ്റുപിടിച്ചു. അവരുടെ ഹൃദയം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് മാമ്പഴം ലഭിക്കുന്നു. യു.പിയിലെ മാമ്പഴം അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പക്ഷേ പാകിസ്ഥാനിൽ നിന്നുള്ള മാമ്പഴങ്ങളിൽ അദ്ദേഹത്തിന് ആവേശം തോന്നുന്നുവെന്നും അനുരാഗ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അതേസമയം പാക് ഹൈക്കമ്മീഷൻ എന്തിനാണ് ഈ തിരഞ്ഞെടുത്ത 7 ഇന്ത്യൻ എംപിമാർക്ക് മാത്രം മാമ്പഴങ്ങൾ അയച്ചതെന്ന് ബി.ജെ.പി. നേതാവ് അമിത് മാളവ്യ ചോദിച്ചു. കൂടാതെ മാമ്പഴങ്ങൾ സ്വീകരിച്ചവരുടെ പേരുകളും എക്സിലൂടെ വെളിപ്പെടുത്തി. രാജ്യസഭാ എംപി കപിൽ സിബൽ, കോൺഗ്രസ് എംപി ശശി തരൂർ, സമാജ്വാദി പാർട്ടി എംപിമാരായ മുഹിബുള്ള നദ്വി, സിയ ഉൾ റഹ്മാൻ ഭാർഖ, ഇക്ര ഹസൻ, അഫ്സൽ അൻസാരി എന്നിവർക്കാണ് എംബസിയിൽ നിന്ന് മാമ്പഴം ലഭിച്ചത്. നേരത്തെയും പാകിസ്ഥാൻ കോൺഗ്രസ് നേതാക്കൾക്ക് മാമ്പഴം അയച്ചിട്ടുണ്ട്. 2015 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് ഇന്ത്യൻ നേതാക്കൾക്ക് മാമ്പഴം സമ്മാനമായി അയച്ചതായി പാക് പത്രമായ ഡോൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. സോണിയാഗാന്ധി, മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി, മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർക്കും ഇത്തരത്തിൽ മാമ്പഴം അയച്ചിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്രത്തിന്റെ ഭാഗമാണ് മാമ്പഴം സമ്മാനമായി നൽകിയതെന്ന് പത്രം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം മോദി അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനും മാമ്പഴം ലഭിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മുൻപ് നയതന്ത്രം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ അയച്ച മാമ്പഴം യുഎസും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരസിച്ചിരുന്നു. 2021 സംഭവം. 32 രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർക്കാണ് പാകിസ്ഥാൻ മാമ്പഴം അയച്ചത്. എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ നിയന്ത്രണങ്ങൾ ചൂണ്ടിക്കാട്ടി മാമ്പഴം നിരസിക്കുകയായിരുന്നു. യുഎസിനും ചൈനയ്ക്കും പിന്നാലെ കാനഡ, നേപ്പാൾ, ഈജിപ്ത്, ശ്രീലങ്ക എന്നിവയും സമ്മാനം സ്വീകരിക്കാൻ വിസമ്മതിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാക് പ്രസിഡന്റ് ഡോക്ടർ ആരിഫ് അൽവിക്ക് വേണ്ടി ചൗൻസ ഇനത്തിൽപ്പെട്ട മാമ്പഴമാണ് അയച്ചത്. ഇറാൻ, ഗൾഫ് രാജ്യങ്ങൾ, തുർക്കി, UK, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, റഷ്യ എന്നിവിടങ്ങളിലേക്കും മാമ്പഴപ്പെട്ടികൾ പോകുമെന്ന വാർത്തയുണ്ടായിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയെയും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും പാരീസ് പക്ഷേ അന്ന് പ്രതികരിച്ചിരുന്നില്ല.